പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു ജീവിതമാണ് ഞങ്ങൾ നയിക്കാൻ ആഗ്രഹിക്കുന്നത്. കർത്താവേ, നിങ്ങളുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് കൂടെ ഉണ്ടായാൽ ഞങ്ങൾ ഒരിക്കലും ഭയപ്പെടുകയില്ല. ഞങ്ങളുടെ ജീവിത വഴികളിൽ ഞങ്ങൾ വിജയം വരിക്കും. ഞങ്ങൾക്ക് ആത്മീയ ശക്തി, ഭൗതികമായി ഞങ്ങളുടെ മേഖലയിൽ ദൈവം ഇടപെടുന്നതിലൂടെ ഞങ്ങൾക്ക് വിജയം വരിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. കർത്താവെ, അങ്ങ് കൂടെ ആയിരിക്കണം. അങ്ങയുടെ തിരുവിഷ്ടം മാത്രം അന്വേഷിക്കണം. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ജീവിക്കണം. അതിനുള്ള കൃപ ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ജനുവരി മാസത്തിന്റെ 17-ാം തീയതി പ്രഭാതത്തിൽ ദൈവം നമ്മോട് ചോദിക്കുന്നൊരു വചനമുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം തിരുവചനം പ്രകാരം നമ്മൾ വായിക്കുന്നു: നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് കൂട്ടി നൽകപ്പെടും. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിന്റെ പക്കലേക്ക്, ദൈവാലയത്തിലേക്ക്, ദൈവ സാന്നിധ്യം ഓർക്കുമ്പോൾ എന്താണ് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം? പലപ്പോഴും നമ്മൾ സാധാരണ മനുഷ്യരുടെ നിലയിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ഭൗതിക കാര്യങ്ങളായിരിക്കും, ആകുലതകളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൽ നമ്മൾ രൂപപ്പെടുത്തുന്ന കുറെ കാര്യങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ വേണം, എനിക്ക് വിദ്യാഭ്യാസം വേണം, എനിക്ക് വിവാഹ ജീവിതത്തിലൂടെ നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടണം, എനിക്ക് നല്ലൊരു വീട് വേണം, അതുപോലെ തന്നെ ധാരാളം സ്വത്ത് വേണം, അങ്ങനെ സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ വേണം. ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം അതൊക്കെ വേണ്ട എന്നും ദൈവം നമ്മോട് പറയണില്ല. പ്രിയമുള്ളവരെ, കർത്താവ് ഒന്നേ പറയണുള്ളൂ ആദ്യമായിട്ട്: നീ ആദ്യം ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുക. ദൈവത്തിൽ ജീവിക്കുന്ന ദൈവ സാന്നിധ്യത്തെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ദിവസം ധ്യാനിക്കുന്ന. ഈ വർഷത്തിന്റെ ആരംഭത്തില് ആ കൃപ നിറഞ്ഞ ജീവിതം, ദൈവത്തെ ആഗ്രഹിക്കുക. ആദ്യം നീ ദൈവത്തിന്റെ രാജ്യം തേടുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്, ദൈവത്തിന്റെ തിരുകൽപ്പനകളാണ്. അവിടുത്തെ വചനം, അവിടുത്തെ ഹിതം നിറവേറ്റെന്ന് പറയുന്നത് ദൈവത്തിന്റെ രാജ്യം എൻ്റെ ജീവിതത്തില്, കുടുംബത്തില്, ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഉണ്ടാകണം. ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് മകനെ, മകളെ. അത് നിന്റെ ജീവിതത്തിൽ നിനക്ക് എന്തെന്നാ ക്ഷേമമുണ്ടാകാൻ വേണ്ടിയിട്ട്, ശുഭമായ ഭാവി ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതെപ്പോഴാണ് ഉണ്ടാകുന്നത്? ദൈവം നമ്മളെ കുറിച്ച് പദ്ധതി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ മനസ്സിനെ നമ്മൾ പരുവപ്പെടുത്തുമ്പോഴാണ്. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ കൊടുത്തു: കർത്താവേ, നിന്റെ ഇഷ്ടം മാത്രം നടക്കണം, അത് മാത്രമേ എൻ്റെ ജീവിതത്തിൽ മതി. ദൈവത്തിന് അറിയാം നിനക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, നിനക്ക് ജീവിക്കാൻ, മാന്യമായിട്ട് ജീവിക്കാൻ വേണ്ടത് ദൈവത്തിന് അറിയാം. സ്വത്ത് വേണമെന്നറിയാം, അതല്ലെങ്കിൽ നിനക്ക് വിദ്യാഭ്യാസം വേണമെന്നറിയാം, നീ വിദേശത്ത് പോയി ജോലി ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ദൈവം തീരും. ഇതൊക്കെ ഉണ്ടായിട്ടും ദൈവമില്ലെങ്കിൽ പോയില്ലേ? പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ദൈവം നൽകുന്ന തിരുവചനം, പ്രിയമുള്ളവരെ, നമുക്ക് ഈ ശക്തിപൂർവ്വം നമുക്ക് താല്പര്യത്തോടുകൂടി നമുക്ക് കേൾക്കാം. അപ്പോൾ ഒന്നാമത്തെ സ്ഥാനം ദൈവത്തിന് കൊടുക്കുക എന്നതിന്റെ അർത്ഥം യേശുക്രിസ്തുവിന് മറ്റെല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, മറിച്ച് എല്ലാം ശരിയായ സ്ഥാനത്ത് വെക്കുന്നതാണ്. എല്ലാം ശരിയായ സ്ഥാനത്ത് നമ്മൾ ക്രമപ്പെടുത്തുന്നതാണ്. നമ്മുടെ ബന്ധങ്ങള്, നമ്മുടെ ജോലി, അതുപോലെ യേശു ക്രിസ്തുവിൽ നിന്നും അകന്ന് നമ്മൾ ആയിരിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തെ യഥാർത്ഥത്തില് നമുക്ക് ഭാരമായിട്ട് മാറും. എന്നാൽ കർത്താവിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്കതെല്ലാം അനുഗ്രഹമായിട്ട് മാറും. ഈ ദിവസം പ്രഭാതത്തിൽ, പ്രിയമുള്ളവരെ, നമ്മൾ ചോദിക്കേണ്ട ചോദ്യം: എൻ്റെ ജീവിതത്തില് ആദ്യത്തെ സ്ഥാനം ആർക്കാണ്? ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ഒന്നാമതായാൽ എൻ്റെ ജീവിതം മുഴുവൻ കർത്താവ് ഏറ്റെടുക്കും. കർത്താവ് എൻ്റെ ജീവിതത്തില് ആധിപത്യം സ്ഥാപിക്കും. കർത്താവിന്റെ തിരുഹിതം നടക്കും. അത് നിന്റെ ക്ഷേമത്തിനുള്ള, നിന്റെ രക്ഷയ്ക്കുള്ള, നിന്റെ ജീവിതത്തിൽ നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ജനുവരി മാസത്തിന്റെ ഈ 17-ാം തീയതി പ്രഭാതത്തിൽ നമ്മൾ ഉണരുമ്പോൾ ഈ വചനം നമുക്ക് ശക്തി നൽകട്ടെ. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടാവണം, അവിടുത്തെ തിരുഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കണം, അവിടുത്തെ തിരുഹിതം മാത്രം നടക്കണം. വിശുദ്ധരൊക്കെ പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്: അവിടുത്തെ ഇഷ്ടം ഞാൻ നിറവേറ്റും. ഇതിനുള്ള പരിശ്രമമാണ്, തിന്മയ്ക്കെതിരെയുള്ള നിരന്തരമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് നമ്മുടെ ജീവിതം. കർത്താവ് എൻ്റെ കൂടെ വന്നാൽ എനിക്കെതിരെ നിൽക്കാൻ ആരുണ്ട്? നമ്മളറിയാം, ഒന്നാം സ്ഥാനം എൻ്റെ ദൈവത്തിനാണ്. അവിടുന്ന് എനിക്ക് വേണ്ടി എല്ലാം ഒരുക്കുന്ന ദൈവം. ആ കർത്താവിൽ നമുക്ക് പ്രത്യാശ അർപ്പിക്കാം. അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും നമ്മൾ അന്വേഷിക്കുക. ബാക്കിയുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഒരിക്കലും നമ്മൾ ആ രണ്ടാമത്തെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. കർത്താവില്ലാതെ ഇതൊക്കെ മാത്രം മതിയോ? ഇതുകൊണ്ട് ഞാൻ തൃപ്തി എനിക്കുണ്ടാവോ? കുറെ സ്വത്ത് ഉണ്ടായി കഴിഞ്ഞാൽ, കുറെ സ്ഥാനമാനങ്ങൾ ഉണ്ടായി, കുറെ വിദ്യാഭ്യാസം ഉണ്ടായ, കുറെ സ്ഥാനമാനങ്ങൾ, അങ്ങനെ പലതും നമുക്ക് ഈ ലോകം നൽകുന്നതൊക്കെ ഉണ്ടായാൽ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു എൻ്റെ കൂടെ ഇല്ല എങ്കിൽ
പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് വലിയ നഷ്ടമാണ്, നമ്മുടെ ശൂന്യതയാണ്. എവിടെ അവസാനിക്കുന്ന ദൈവത്തിൽ ആരംഭിച്ച് ദൈവത്തിൽ അവസാനിക്കേണ്ടതാണ്. നമ്മുടെ ദൈവത്തെ കരം ചേർത്ത് പിടിക്കാം. നമ്മുടെ കൂടെയുള്ളവരെയും ആ കർത്താവിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അതിനെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആദ്യം അവിടുത്തെ രാജ്യം, അവിടുത്തെ ഇഷ്ടം, അവിടുത്തെ തിരുഹിതം നിറവേറ്റുവാൻ തക്കവിധം എന്റെ ഹൃദയത്തെ ഒരുക്കാൻ എന്നെ സഹായിക്കണമേ. ആത്മീയമായ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. കൃപ എന്റെ ജീവിതത്തിൽ നിറയട്ടെ. അങ്ങനെ ഞാനും മറ്റുള്ളവർക്ക് അങ്ങയുടെ സമാധാനം പകർന്നു കൊടുക്കാൻ, അവരെയും അങ്ങിലേക്ക് ചേർത്ത് നിർത്താൻ, അവർ രക്ഷയുടെ അനുഭവം അനുഭവിക്കാൻ അങ്ങേക്ക് ഞങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ ജീവിതത്തിൽ നടക്കാൻ കർത്താവിതാ ഞാൻ എന്റെ ഹൃദയത്തെ, ആത്മാവിനെ, ശരീരത്തെ, മനസ്സിനെ പൂർണ്ണമായും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.